രാത്രിയിൽ നമ്മുടെ മധ്യേ സാക്ഷ്യം പറയാനായി വന്നിരിക്കുന്ന മേരിലാൻഡിൽ കർത്താവിൻ്റെ വാസിയെ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാക്ഷ്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? മദറിൻലോയെ നോക്കാം. എല്ലാവരും പറഞ്ഞിട്ട് മദറിൻലോ എന്ന് പറഞ്ഞാട്ടോ. ഒരിക്കൽ ഉറക്കെ പറഞ്ഞു മദറിൻലോ എന്ന് പറഞ്ഞാട്ടോ. 7 മാസം കേരളത്തിൽ പോയി. പോയി കർത്താവിൻ്റെ വാസിയാണ് ഇന്ന്. ഇന്ന് നമ്മളോട് ടെസ്റ്റിമണി പറയാൻ പോവാണ്. കർത്താവിൻ്റെ വാസിയെ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. 9:15 വരെ എടുത്തോണേ. 9 ഞാൻ ഇത്തിരി സമയം എടുത്തു പോയി. 9:15 വരെ പോകണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം കൂട്ടായ്മയിൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിന് സാക്ഷിയായിട്ട് നിൽപ്പാന് ഇടയാക്കിയ ദൈവത്തിന് ആദ്യമായിട്ട് സ്തോത്രം. വീണ്ടും കർത്താവിന്റെ ദാസൻ ഈ കുടുംബത്തിലുള്ള എല്ലാ ദേവദാസിദാസന്മാർക്കും ദൈവമക്കൾക്കും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയില് ഞാൻ സാക്ഷ്യം ആയിട്ട് എടുത്ത് എന്നോട് കർത്താവ് നേരിട്ട് ഇടപെട്ട 3 ഭാഗങ്ങളിൽ കൂടിയായിരുന്നു. ഇന്നും അതുപോലെ എന്നോട് കർത്താവ് നേരിട്ട് ഇടപെട്ട ഒരു വേദഭാഗത്തിൽ കൂടെ എന്റെ സാക്ഷ്യം പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായിട്ട് ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും അപ്പ പിതാവേ അങ്ങ് പാതപടത്തിലേക്ക് കടന്നു വന്ന് കർത്താവിന്റെ നാമം ഉയർത്തുവാൻ അപ്പ അവിടുന്ന് ഇടയായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവയിൽ അതിനായിട്ട് സ്തോത്രം. ഈ ദൈവദാസന്മാർക്ക് എല്ലാവർക്കും ഇതിൽ കടന്നു വന്നിരിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ എന്റെ ഈ സാക്ഷ്യം ഹല്ലേലൂയ കർത്താവേ എന്റെ കുടുംബത്തിനും അതുപോലെ ഈ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഹല്ലേലൂയ അനുഗ്രഹമായിട്ട് തീർക്കുവാൻ അപ്പാവേ അപ്പന്റെ പാദപീഠത്തില് ഈ വചനത്തെയും കർത്താവെ വീണ്ടും അടിയൻ സമർപ്പിക്കുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ കോട്ടകൾ മറയ്ക്കുന്നു. പിതാവെ പ്രാർത്ഥന കേട്ടതായിട്ട് സ്തോത്രവും അതിലെ വാക്കുകളും ഹൃദയത്തിലെ സ്ഥാനവും അപ്പൊ അവിടത്തേക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം 3 വാക്യത്തിൽ കൂടെ ഞാൻ എന്റെ കർത്താവിനെ സാക്ഷിച്ചു. അത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പറഞ്ഞ 1-ാമത്തെ വാക്യം ഞാൻ എടുത്തു പറഞ്ഞത് നമ്മൾ ഒന്ന് സൗകര്യപ്പാൻ 22 അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നതും മേധത്തിനെക്കാട്ടിലും നല്ലതെന്ന്. 2-ാമത്തത് വെളിപ്പാട് 22:7 ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. 3-ാമതായിട്ട് ഞാൻ എടുത്തു പറഞ്ഞത് അതിന്റെ തെറ്റായിട്ട് കിട്ടിക്കൊണ്ടിരുന്നാലും നിങ്ങളെ വഴിവിട്ട് മാറി പലരെയും ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നുവെന്ന സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ കൃപയാല് വീണ്ടും എന്നോട് കർത്താവ് ഇടപെട്ട ഒരു വാക്യത്തിൽ കൂടെ ഞാൻ ഇന്നത്തെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ വചനം എബ്രായ ലേഖനത്തിൽ നിന്നാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് വായിക്കാൻ പോകുന്നത്. വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ആ വാക്യത്തിൽ കൂടെ ഞാൻ എന്റെ സാക്ഷ്യം പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം, ഒരു ചെറിയതായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അനുസരിക്കുന്നത്. നമ്മൾ പല തെറ്റുകൾ ചെയ്താൽ ചിലപ്പം നമുക്ക് ചില സമയത്ത് അനുഭവിച്ച് നമുക്ക് പറയേണ്ടത് പറയാനായിട്ട് ചിലപ്പം സമയം ലഭിച്ചെന്ന് വരത്തില്ല. ആ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് ചിലപ്പം മാറ്റപ്പെട്ടെന്ന് വരും. പക്ഷേ അങ്ങനെ മിക്കവാറും സംഭവിക്കും. പക്ഷെ നമ്മൾ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ പാപമോചനം ലഭിക്കുമെന്ന വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. ഇത് എന്റെ സ്വന്തം അനുഭവത്തില് എന്റെ മാതാവിനോടുള്ളൊരു ബന്ധത്തില് ഞാൻ പറയുവാണ്. അന്ന് ഞാൻ രക്ഷയിലേക്ക് വന്ന മകളല്ല, വിവാഹം കഴിഞ്ഞു. അതിനു മുമ്പായിട്ട് എന്റെ ഹൈസ്കൂൾ ജീവിതത്തില് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് ഹിന്ദു സമുദായത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്ന 2 സഹോദരന്മാര് അവിടെ വന്ന് ബ്രദർ സഭക്കാരാണ്. അവര് സൺഡേ സ്കൂളും
അപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ ചേട്ടത്തി വീട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കാനായിട്ട് അവരുടെ കൂട്ടായ്മയിൽ പോകും. നല്ല സൺഡേ സ്കൂൾ വചനം പഠിക്കും. പക്ഷെ അന്നൊന്നും അത്ര ആത്മീയമായിട്ട് വളർന്നില്ല. പക്ഷെ എൻ്റെ ജ്യേഷ്ഠത്തിയും അവൾ അതിലൂടെ അങ്ങ് ഭയങ്കരമായിട്ട് ആത്മീയമായിട്ട് വളർന്നു. അവസാനം സ്നാനപ്പെട്ടു. മാരേജ് ചെയ്തതും ഓർത്തഡോക്സ് സമുദായത്തിൽ നിന്ന് കർത്താവിന്റെ വേലയിലേക്ക് കടന്നു വന്ന ഒരു സഹോദരനെയാണ് എൻ്റെ ചേട്ടന്. അങ്ങനെ കംപ്ലീറ്റ് ജോലിയെല്ലാം വിട്ട് സുവിശേഷത്തിലേക്ക് അവർ പിന്നെ കടന്നുപോയി. അതിന്റെ പുറകെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അമ്മ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇച്ചിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്. പ്രത്യേകിച്ച് എൻ്റെ ഫാദറിന് ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അമ്മയും ഇങ്ങനെ എൻ്റെ സഹോദരിയൊക്കെ അതിനകത്ത് അവസാനം അമ്മയും പോയപ്പോഴത്തേക്ക് അമ്മ ഒത്തിരി കഷ്ടങ്ങൾ അതുമൂലം സഹിക്കേണ്ടി വന്നു അമ്മയ്ക്ക് ഭവനത്തിൽ. പക്ഷെ അമ്മ അത് പിടിച്ചു നിന്നു. ആ സമയത്ത് ഞാൻ ഇവിടാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങൾ അന്നേരം ഉണ്ട്. അന്നേരം എനിക്ക് ഒത്തിരി പ്രയാസമുണ്ട്. പക്ഷെ അത് 1985 എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞ് എൻ്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. കാരണം എൻ്റെ ഒരു ഇളയ ബ്രദർ വീട്ടിലുണ്ടായിരുന്നു. അവനെ കൊണ്ടുവരുന്ന ഇങ്ങോട്ട് വരണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴത്തേനും അവനെ കൊണ്ടുവരാനായിട്ട് എളുപ്പം അമ്മച്ചിയെ കൊണ്ടുവന്നാൽ എളുപ്പം അവനെ കൊണ്ടുവരാമല്ലോ എന്ന് വെച്ച് അമ്മച്ചിയെ കൊണ്ടുവന്നു. അമ്മച്ചി ഇവിടെ വന്നപ്പോഴത്തേന് എനിക്ക് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ വസ്ത്രധാരണത്തിന്റെ കാര്യവും ആഡംബരത്തിന്റെ കാര്യവും അതും ഇതുമൊക്കെ. അപ്പൊ എനിക്ക് അമ്മച്ചി കാതിലും കമ്മലും എല്ലാം പറിച്ചു കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇവിടെ വന്ന ഉടനെ ഞാൻ ചെയ്തത് എന്തുവാന്ന് വെച്ചാൽ ഇപ്പൊ ആവോ അമ്മച്ചിയെ കൊണ്ട് കമ്മലിടിച്ചു. അമ്മച്ചി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്മലിടിച്ചു, മാലയിടിച്ചു, വളയിടിച്ചു. അങ്ങനെയല്ല അമ്മച്ചി ഇവിടെ ചുരുക്കത്തിൽ അമ്മച്ചി ഒരു 2.5 വർഷമേ ഇവിടെ നിന്നിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സഹിക്കാൻ വയ്യാതെ അമ്മച്ചി അന്നൊന്നും എനിക്കതൊരു വലിയ പാപമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ രക്ഷയിലേക്ക് വന്നു ഇതിനകത്തൊന്നും അർത്ഥമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അമ്മച്ചി 2.5 വർഷം കഴിഞ്ഞ് അമ്മച്ചി അങ്ങ് തിരിച്ചു പോവുകയും പോയി അവിടെ ചെന്ന ഉടനെ അമ്മച്ചി ഇതെല്ലാം അങ്ങ് മാറ്റി അമ്മച്ചി വീണ്ടും പഴയ രീതിയിലേക്ക് പോയി. അമ്മച്ചി അതെല്ലാം സഹിച്ചു ഇവിടെ കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് 2005 അതിന് മുമ്പ് പല പ്രാവശ്യം ഞങ്ങൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ 2005 എൻ്റെ മകന്റെ മൂത്ത മകന്റെ വിവാഹത്തിന് നാട്ടിലെ വിവാഹത്തിൽ പെട്ടെന്ന് നടക്കേണ്ടി വന്നു. അവധിക്ക് പോയപ്പോൾ നടന്നു. അപ്പോഴത്തേക്കിന് എനിക്കൊരു സമയം കിട്ടി. ഞാൻ വിവാഹത്തിന് സ്വല്പം മുമ്പ് തന്നെ എൻ്റെ വീട്ടിൽ അമ്മച്ചിയോട് ഞാൻ അന്നെനിക്ക് മനസ്സിലെന്തോ ഭയങ്കര പ്രയാസങ്ങളൊക്കെ തോന്നി. അമ്മച്ചിയോട് ഞാൻ എൻ്റെ ആ തെറ്റുകൾ മുഴുവനും ഞാൻ അമ്മച്ചിയോട് ക്ഷമിക്കണം. അങ്ങനെ ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്തത് എനിക്ക് അന്ന് കർത്താവിന്റെ ആത്മാവ് എന്നെ ബോധിപ്പിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മച്ചിയോട് ആ തെറ്റ് ക്ഷമ ചോദിക്കാനായിട്ട് കർത്താവ് വലിയൊരു കൃപ തന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മച്ചി ജൂണിലാണ് എൻ്റെ മകന്റെ വിവാഹം നടന്ന. അമ്മച്ചി ഒക്ടോബറിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. അമ്മച്ചി അങ്ങനെ വലിയൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അപ്പൊ അതെനിക്കൊരു വലിയ ഒരു ആശ്വാസമായിട്ട് പിന്നീട് ഞാൻ മാനസാന്തരപ്പെട്ട് ഈ കൃപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു ചാൻസ് കർത്താവ് എനിക്ക് തന്നല്ലോ എന്ന്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതം നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും നമുക്ക് അതിന് കോൺസിക്വൻസസ് ഉണ്ട്. അത് അമ്മച്ചിയുടെ ഒക്കെ പ്രാർത്ഥന എനിക്ക് ഒത്തിരി ഉപകരിച്ചെന്നാണ് എൻ്റെ ചേട്ടത്തിയുടെ എൻ്റെ ചേട്ടന്റെ. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ അവർ പറയുമായിരുന്നു ഇങ്ങനെയൊന്നുമല്ല നമ്മൾ വചനം അനുസരിക്കണം, മാനസാന്തരപ്പെടണമെന്നൊക്കെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞില്ല. ഇപ്പം എനിക്ക് അതിനെപ്പറ്റി ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത എൻ്റെ വചനത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ വസ്ത്രധാരണ ദൈവത്തിന്റെ മഹത്വപ്പെടുത്തണം. അവയാൽ നിങ്ങൾ എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുകയും എന്നല്ലേ 1 കൊരിന്ത്യർ 10:31 കാണുന്നത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പഴയ നിയമത്തിൽ നിന്ന് എടുത്തത് അറിയാം. യേഹു ഇസ്രായേലിൽ വന്ന് ഇസബേൽ ക്രിസ്റ്റിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് ചുറ്റുവാതിക്കൽ കിടന്ന് നോക്കി. രാജാക്കന്മാർ 9:30 നമ്മൾ കാണുന്നുണ്ട്. യേഹു വന്ന വിവരം കേട്ടപ്പോൾ അവനെ വശീകരിക്കുന്നതിനാണ് അവൾ ഇപ്രകാരം ചെയ്തത്. താമസത്തിന് അവൾക്ക് അതിഭയങ്കരമായ സംഭവിച്ചത്. ചായം പൂശി അവളുടെ മാംസം നായ്ക്കൾ തിന്നു എന്നാണ് നമ്മൾ വചനത്തിൽ കൂടെ വായിക്കുന്നത്. മറ്റുള്ളവരെ വശീകരിക്കാനുമായി വസ്ത്രധാരണം ചെയ്യുന്നവർക്കെല്ലാം ഈ ഇസബേൽ ഒരു മുന്നറിയിപ്പാണ്.
ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫാണ് എടുത്തിട്ട് അത് തെറ്റായിട്ട് എടുക്കരുത്. നമ്മൾ ഓരോരുത്തരും ദൈവനാമത്തെ മഹത്വത്തിനായിട്ട് നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മളെ ശുദ്ധീകരണം, ദേഹം, ദേഹി, ആത്മാവ്, ഇതിന്റെ ശുദ്ധീകരണം നമുക്ക് പ്രാപിക്കേണ്ടി വരാം. കർത്താവ് വചനത്തിൽ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. ഇപ്പൊ വചനം നമ്മൾ വേഗം അള്ളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോട് മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് മത്തായിയുടെ സുവിശേഷത്തിലും നമ്മൾ 27-28 വായിക്കുന്നതാണല്ലോ. മോഹത്തോടു കൂടി ഒരു സ്ത്രീയെ നോക്കുന്ന ഇത്ര വലിയ പാപമാണെങ്കിൽ തന്നെ മോഹത്തോടുകൂടെ മറ്റുള്ളവർ നോക്കേണ്ടതിന് വസ്ത്രധാരണം ചെയ്താൽ അത് എത്ര ഭയങ്കര പാപമാകുന്നു. നമ്മൾ വിചാരിക്കുന്നില്ല മറ്റുള്ളവരെ ആകെ കഷ്ടപ്പെട്ട് കഴിയുമോ. സ്വന്തം സഹോദര, സ്വന്തം കൂട്ടുകാരെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ തന്നെ മറ്റുള്ളവരുടെ നമ്മൾ അതുപോലെ തന്നെ ഒരു നുറുങ്ങിയ ഹൃദയത്തോടെ തിരിയുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ, നമ്മുടെ അന്തം ഇസബേലിന്റെ അന്ത്യത്തെക്കാൾ നല്ലതായിരിക്കില്ല. അത് നമ്മൾ ഇരമ്യാവ് 4:30 വായിക്കുന്നുണ്ട്. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി തുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പീൻ എന്ന് വെളിപ്പാട് പുസ്തകം 18:7 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ വസ്ത്രങ്ങൾക്ക് വേണ്ടി അധികം പണം ചെലവാക്കി ആഡംബരത്തിനും ആനന്ദത്തിനുമായി നാം വസ്ത്രദാനം ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവർക്ക് പീഡയും ദുഃഖവും കൊടുപ്പിനും ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു. സകലത്തിലും നമ്മൾ ലാളിത്യവും താഴ്മയും ഉള്ളവരായിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നല്ലേ ഫിലിപ്പിയ ലേഖനം 4:5 കർത്താവ് സ്തോത്രം. അതുപോലെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ അലങ്കാരം അവളുടെ വിശുദ്ധിയെയും എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ അലങ്കാരം അവളുടെ അശുദ്ധിയെയും വെളിപ്പെടുത്തുന്നു. അത് വെളിപ്പാട് 12 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം വാക്യത്തിലും 17-4 അത് ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് സ്വാഭാവികമായ അലങ്കാരം മാത്രമേ ഉള്ളൂ. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് പൊന്ന്, രത്നം, മുട്ട മിന്നുന്ന വസ്ത്രങ്ങൾ മുതലായവയുണ്ട്. അതൊക്കെ വിശുദ്ധ സ്ത്രീകൾ പിന്നെയും നമ്മൾ കാണുന്നുണ്ട്. പൊന്ന്, കേശാലങ്കാര വസ്തുക്കൾ, വിലയേറിയ വസ്ത്രങ്ങൾ മുതലായവ ഒഴിവാക്കണമെന്ന് ദൈവവചനം വ്യക്തമായി ഉത്ബോധിപ്പിച്ചിരിക്കുന്നു. അത് പിന്നെ അത് നമുക്കൊന്ന് പത്രോസിനകത്ത് 3:1-5 വരെയൊക്കെ വായിച്ചാൽ അറിയാം. അതുപോലെ നമ്മള് കർത്താവ് സ്തോത്രം ആ വചനത്തിലൂടെ ആ ധനവാന്റെ ആ നരകാഗ്നിയിൽ അങ്ങനെ ചെന്നതിന്റെ അകത്ത് എടുത്ത് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മൾ കൃത്യമായി അത് അറിഞ്ഞുകൂടെ? അയാൾ ഒരു മതഭക്തനായിരിക്കാം, എന്നാൽ തിരുവചനത്തിൽ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം അവന്റെ വസ്ത്രധാരണത്തെ കുറിച്ചാവുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആ മനുഷ്യൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ കുളിച്ചുകൊണ്ടിരുന്നു. അത് നമ്മൾ ലൂക്കോസിന്റെ 19 വായിക്കുന്നതാണ്. ധൂമ്ര വസ്ത്രവും പട്ടും വളരെ വിലയേറിയ രാജകീയ വസ്ത്രങ്ങളായിരുന്നല്ലോ. അത് നമ്മുടെ എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, 8:15. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ വസ്ത്രധാരണം നമ്മളെ നാശത്തിലേക്കോ പീഡയിലേക്കോ വലിച്ചുകൊണ്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. കർത്താവ് അതിൽ നമ്മളെല്ലാ ദൈവമക്കളും നമ്മുടെ വസ്ത്രധാരണയെ കുറിച്ച് നല്ല സാക്ഷ്യം പറയട്ടെ. സകലതും നമുക്ക് ദൈവനാമ മഹത്വത്തിനായിട്ട് ആയി തീരുവാനായിട്ട് ചെയ്യുക. അത് ആ ഒരു കാര്യം അതിൽ നിന്ന് അതിൽ നിന്ന് പിന്മാറുവാണ് ആൾക്കാർ. ഞാനെന്റെ ഈ വചനം ഇന്നത്തേത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇത് പറയാൻ കാരണം, ഞാന് 2011 ഫെബ്രുവരിയിൽ നടന്നാണ് ഞാൻ വിശ്വാസ സ്നാനം ഏൽക്കുന്ന മെയ് 3-നാണ് 2011. ഞാൻ ഈ സമുദായത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ പള്ളിയില് ഞങ്ങളുടെ പള്ളിയില് എല്ലാവർക്കും അറിയാം, സമുദായത്തിൽ നിന്ന് വന്നവർക്ക് എല്ലാവർക്കും അറിയാം, മട്ടമറി സമാജം എന്നൊരു ഗ്രൂപ്പുണ്ട് സ്ത്രീകൾക്ക്. അപ്പം അവിടെ ഒരു ബൈബിൾ ക്വിസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ എല്ലാ ചർച്ചകളിൽ നിന്നും ഒരിക്കൽ പോയി ബൈബിൾ ക്വിസ് പറഞ്ഞ് അതില് വിജയിക്കുന്നവർക്ക് 1-ാം സ്ഥാനം പ്രാപിക്കുന്നവർക്കൊക്കെ ഏതോ സമ്മാനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അതിനായിട്ട് ബൈബിൾ അപ്പോഴത്തേന് ആ വർഷം ഈ 2011 വർഷം അതിന്റെ
മത്സരം നടക്കുന്നത് ഒക്ടോബറിലാണ്. അപ്പൊ ഞാൻ എൻ്റെ കാലിന്റെ അസുഖമെല്ലാം മാറിയിട്ട് ഞാൻ ചർച്ചിൽ പോകാൻ തുടങ്ങി. ഫെബ്രുവരി തൊട്ട് പോകുന്നത്. അപ്പൊ ക്രിസ്മസിന് ചർച്ച് കഴിഞ്ഞാണ് അത് സാധാരണ സ്ത്രീകളെല്ലാം കൂടെ കൂടുന്നത്. അപ്പൊ അവിടെ കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തെ സബ്ജക്ട് വേദഭാഗം എടുത്തിരിക്കുന്നത് എബ്രായ ലേഖനം മാത്രമാണ്. ലേഖനത്തെ പറ്റി എനിക്ക് വലിയ പിടുത്തമൊന്നും അന്ന് ഇല്ല. പക്ഷെ ഈ ക്രിസ്ത്യന് ഓരോ ഭാഗത്തു നിന്നും ക്രിസ്തു മത്സരം അതിന് പോകുന്ന 1 മണിക്കൂർ കൊണ്ട് ചിലപ്പം ഞങ്ങൾ 5-6 വാക്യങ്ങൾ പുസ്തകങ്ങൾ അധ്യായങ്ങൾ വായിച്ചു വിടുന്നതിനകത്ത് എന്തുവാണ് ഞങ്ങൾ പഠിക്കുന്നത്, വായിക്കുന്നത്, അതിനെന്തുവാണ് നോട്ട് ചെയ്യുന്നത്, ഇതിനകത്ത് ആര് എത്ര അധ്യായമുണ്ട്, ആരോട് ആരെഴുതി, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, ഇങ്ങനെ പല കാര്യങ്ങളാണ് അതിനകത്ത്. ചില സന്ദർഭം കുറിച്ച് ആശയം വെക്കുന്നത് അങ്ങനത്തെ ഓരോന്നൊക്കെ അടുക്കും. അങ്ങനത്തെയാണ്. അല്ലാതെ ആത്മീയമായിട്ട് ഒരു വളർച്ച അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ഒരു പഠിപ്പിലല്ല ഒരു മത്സരം. അത് നമ്മൾ സമാനം ഒരു കോമ്പറ്റീഷനായിട്ട് പോകുന്നത്. ഇങ്ങനെ ഈ അധ്യായം വായിച്ചുകൊണ്ട് വന്നപ്പോഴത്തെ ഇതിന്റെ 4-ാം അധ്യായം 1-ാം വാക്യം 2-ാം വാക്യം ഒക്കെ വന്നപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, കർത്താവ് ഇതെന്തോ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, എന്തോ ഈ 2-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിച്ച് കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായി ഇത്ര വലിയ രക്ഷ നമുക്ക് എണ്ണിമാക്കാട് പോലെ എങ്ങനെ തെറ്റി ഒഴിക്കും. അപ്പൊ എന്തോ എന്റെ മനസ്സിൽ ഒരു കുത്തുകൊള്ളുന്ന പോലെ എന്തോ ഇത് വായിക്കുന്നത്. അത് കഴിഞ്ഞേച്ച് മുന്നോട്ട് പെട്ടെന്ന് വായിച്ച് പോകുമ്പോഴത്തേക്കിന് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 2-ാം വാക്യവും വന്നെങ്കിൽ പെട്ടെന്ന് അത് വായിക്കുന്നത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. തീരാൻ പോകണം. 4-ാം അധ്യായത്തിന്റെ വന്നപ്പോഴത്തേന് 1-ാം അധ്യായം ഇത് വായിക്കുന്ന അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാസത്തിൽ ശേഷിപ്പിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഞാൻ ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അടുത്തായിട്ട് വായിച്ചപ്പോൾ വിശ്വസിച്ചവരായി നാമല്ലോ. അത്രയും വാരം വായിച്ച് അടുത്തതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ നെഞ്ചത്തിലോട്ട് ഒരു ഇടി വെട്ടും പോലെ ഒരു ശബ്ദം നിർത്തവിടെയെന്ന്. ഞാനോട്ടെ നിർത്തവിടെ പെട്ടെന്ന് ഞാനോട്ട് അടുത്തിരുന്നു ആരെങ്കിലും നിർത്തി ഞങ്ങളുടെ വായനയിൽ തെറ്റാണോ പെട്ടെന്ന് നോട്ട് ആർക്കും ഒരു വ്യത്യാസം ഒന്നുമില്ല. ഈ ശബ്ദം ഈ സ്ത്രീകളെല്ലാം അവിടെ ഇരിക്കുന്നവരാരും ഒന്നും ഒരു ചലനവുമില്ല. അങ്ങനെ അവർ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മാത്രം ഈ ശബ്ദം ഇങ്ങനെ നിർത്തവിടെയെന്ന്. അവിടെ ഇരുന്നപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി, കർത്താവേ നീ ആണല്ലോ സംസാരിക്കുന്ന ഈ നിർത്തവിടെ അത് മുന്നോട്ട് പോകാൻ കർത്താവ് ഒട്ടും അനുവദിച്ചില്ല. എനിക്കത് മനസ്സിലായി. ആരോടും പറയാതെ ഞാൻ ആ താഴത്തെ വാക്യം 4-ാം അധ്യായത്തിന്റെ വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോക സ്ഥാപനത്തിൽ പ്രവർത്തികൾ തീർന്നു പോയ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്യുമെന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ ഞാനോട്ടത് വിശ്വസിക്കുന്നത്. അപ്പോട്ടെ വിശ്വസിച്ചവരായ നാം അല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. അന്ന് ആ സമയം തീരുമാനിച്ചു, ഞാൻ ഈ ക്ലാസ്സിന് ഈ ക്രിസ്മസ് മത്സരത്തിന് പോകുന്നില്ല. ഇനിയും ഈ ചർച്ചിലെ ഈ കൂട്ടായ്മയ്ക്ക് ഞാൻ ഇരിക്കുന്നില്ല, ഈ പഠനത്തിന് ഞാൻ ഇരിക്കുന്നില്ലെന്ന് വെച്ച് ഞാൻ അന്ന് തന്നെ ആരോടും പറയാതെ തന്നെ അതിനകത്ത്. പിന്നെ ഞാൻ അതിനകത്തോട്ട് പോയില്ല. പലരും പല പ്രാവശ്യം അതിനെപ്പറ്റി എന്നോട് പോസ്റ്റ് ചെയ്തു. ഞാൻ പറയും പല എക്സ്ക്യൂസും ഞാൻ പറയും, എനിക്ക് കാലം ഒട്ടും വയ്യ, എനിക്ക് അത്ര ദൂരമൊന്നും ന്യൂയോർക്ക് വരെ പോകണം, അത്ര ദൂരമൊന്നും പോകാനൊന്നും സാധ്യമല്ല. അന്നേരം പറഞ്ഞു ഇല്ല സാരമില്ല, ഞങ്ങളെല്ലാം ഇല്ലേ, ഞങ്ങൾ പിടിച്ചോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെല്ലാം നിർബന്ധിക്കും. പക്ഷേ പ്രത്യേകിച്ച് ഞാൻ മനസ്സിൽ ഓർമ്മ വന്നു, കർത്താവിന്റെ വചനം, കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കുന്ന ഏറ്റവും നല്ലത്. യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകൾ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. അപ്പൊ തൊട്ട് ഞാൻ എബ്രായ ലേഖനം ഇനി പഠിക്കാൻ ആരംഭിച്ചു. എനിക്ക് അത്രമാത്രം ഒന്നും അറിയത്തില്ല ആ സമയത്ത്. മറ്റുള്ള വചനം പോലെ എബ്രായ ലേഖനം പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എബ്രായ ലേഖനം വായിച്ചപ്പോഴത്തേക്കിനാണ് അപ്പൊ ഇത് എന്നെ ഒന്നുകൂടെ പേടിപ്പിക്കാൻ തുടങ്ങി.
അതിന്റെ വചനത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് എബ്രായ ലേഖനം തുടങ്ങി വന്നപ്പോഴത്തേക്കിന് അതിനകത്ത് ആദ്യമേ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആകെ പാടെ വിറച്ചുകൊണ്ട് വായിക്കാൻ തുടങ്ങി. ആ പുത്രനായ യേശു ക്രിസ്തു ആരാന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ അത് അന്ത്യകാലത്തിന്റെ ആരംഭമായിട്ട് അത് പെന്തക്കോസ്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലം മുതൽ അതിന്റെ അവസാനത്തേക്ക് വന്നിരിക്കുകയാണല്ലോ. പുത്രന്റെ ശ്രേഷ്ഠതയാണ് ഈ ലേഖനം മുഴുവനും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അവന് അതിനകത്ത് തുടങ്ങപ്പെട്ടതിന് ഒന്നാമത്തെ ഇതിനകത്തെ പറയുന്നു, അവന് സകലത്തിനും കർത്താവ്, സകലത്തിനും അവകാശിയ. ആ വെളിപ്പാടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തില് സകലത്തിന്റെ അധികാരി യേശു ക്രിസ്തുവാണ്. അതിന്റെ 3-ാം വാക്യം ഉദ്ധരിച്ച് പറയുന്ന അവന്റെ സവിശേഷതകളാണ് ദൈവ തേജസ്സിന്റെ പ്രഭ. ഹല്ലേലൂയ. ഞാൻ ഓരോന്നോരോന്ന് വായിക്കും. എനിക്ക് അത്ര അറിവില്ലേലും ഞാൻ ഓരോന്നോരോന്ന് വായിക്കാൻ തുടങ്ങി. ആ ദൈവ തേജസ്സിന്റെ പ്രഭ, അതുപോലെ തന്നെ തന്റെ സകലത്തെ തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവന്, പാപങ്ങൾ പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തില് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവൻ. അങ്ങനെ വായിച്ചു വന്നപ്പോഴത്തേന് കർത്താവേ സ്തോത്രം, ഇത് അറിയേണ്ട ഒരു വചനമായല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വായിക്കാൻ തുടങ്ങി. എബ്രായ ലേഖനം പഠിക്കാനുള്ള ഉദ്ദേശത്തോടെ എബ്രായ ലേഖനം വായിക്കാൻ തുടങ്ങി. എബ്രായ ലേഖനത്തിൽ വന്ന് പഴയ നിയമത്തില് അഥവാ ഈ യഹൂദ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ സഭയിലേക്ക് വന്നവർക്ക് എഴുതിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ അതിനകത്ത് ഒത്തിരി പുരോഹിതന്മാരും അവരും ഒക്കെ ഒരുപാട് പേര് ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. എന്നാൽ അവർക്ക് വലിയ പീഡകളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു. ആ കാലത്താണ് ഈ 2-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തില് എഴുതിയ എഴുത്തുകാരൻ പൗലോസാന്ന് പറയുന്നു. പക്ഷെ നമുക്ക് അറിയത്തില്ലല്ലോ പൗലോസ് തന്നെയെന്ന് പറയുന്നു. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചെന്ന് പറയുന്ന ഈ വാക്ക് 2 രീതിയിലാണ് ഇത് മനസ്സിലാക്കി തന്നെ. ഇതിൽ കൂടുതൽ യേശു ക്രിസ്തു സ്വർഗത്തിൽ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതിലെ പ്രധാന വിഷയം. യേശു ക്രിസ്തുവിന്റെ വിശേഷതയും പ്രവൃത്തിയിൽ ശ്രേഷ്ഠനാണെന്നും മഹാപുരോഹിതനാണെന്നും സംഭവം. ഇത് എനിക്ക് ഓരോന്നും പഠിച്ചു വരുമ്പോഴത്തേന് യേശു ക്രിസ്തുവിന്റെ ആ ശ്രേഷ്ഠമായ പുരോഹിത സ്ഥാനം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ മഹത്വപൂർണമായ അവസ്ഥ, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ വലിയ രക്ഷ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യവും മനസ്സിലാക്കി തന്നുകൊണ്ട് വചനം പഠിച്ച് എനിക്ക് അറിയാൻ വയ്യാത്തൊക്കെ ഞാൻ ഓരോരുത്തരോട് ചോദിച്ച് പഠിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. അവസാനം കർത്താവെ ദൈവമേ, ഞാൻ ഒന്നും അറിയാൻ വയ്യാത്ത എന്റെ ഈ പൊട്ടത്തെറ്റ് ഞാൻ ചിലതൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസ രീതി മാറണമെന്ന് എനിക്ക് മനസ്സിലായി. ഗൂഢമായി ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായി മാറ്റുന്നത്. പലതും നാം പഠിച്ചും കേട്ടും പലരിൽ നിന്ന് നാം അനുഗമിച്ചതുമുണ്ട്. നാം ഇവയെല്ലാം ശരിയാണോ എന്നറിയാൻ ദൈവവചനം വായിച്ചും കേട്ടും പ്രാർത്ഥിച്ചും ദൈവവചനം പൂർണ്ണമായ സത്യമാണെന്നുള്ള ദൈവത്തിന്റെ ആ വെളിപ്പാട് പ്രാപിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിലുള്ള ആ ഉറച്ച വിശ്വാസം നമുക്ക് വരത്തുള്ളൂ. പിന്നെ അപ്പോഴത്തേനും പല വചനങ്ങളും അതിനോടനുബന്ധിച്ച് വായിച്ച് മനസ്സിലാക്കാൻ എനിക്ക് ഇടയായി. എഫേസ്യരുടെ 3:17 ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിദ്വാന്മാരോടും കൂടെ ഗ്രഹിക്കാനും പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിലവോളം വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആ ഹൃദയങ്ങളിലെ കർത്താവിനെ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചാൽ മാത്രമേ നമ്മുടെ പ്രാണനിലെ ആ വ്യത്യാസം വരികയുള്ളെന്ന് എനിക്ക് അന്ന് മനസ്സിലാക്കി തുടങ്ങി. ഞാൻ എബ്രായ ലേഖനം വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് മനസ്സിലാക്കി തുടങ്ങിക്കുമ്പോൾ എനിക്ക് പള്ളിയിലെ പല കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്താൻ തുടങ്ങി. അത് ഞാൻ
അവിടുത്തെ ശുശ്രൂഷ, അവിടുത്തെ ആരാധന, അതിലെ പല തെറ്റുകൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങി. കാരണം അതല്ലല്ലോ ഈ വചനം പറയുന്നത്. ഈ വചനത്തില് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആകെപ്പാടെ വളരെ തെറ്റായ ഒരു മാർഗത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരിക്കലും ഞാനിങ്ങനെ ഉറക്കത്തിൽ എനിക്ക് കാണിച്ചു തന്നു. അവിടുത്തെ ഈ പ്രാർത്ഥന മുന്നോട്ട് പോയി നമ്മൾ കുമ്പിടുന്നത്, ഈ കുരിശ പോയി മുട്ടുന്നത്, അതെല്ലാം കർത്താവിന്റെ മനസ്സിൽ കൂടെ എനിക്ക് കാണിച്ചു തരുക, എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കാണിച്ചു തരുക. ഞാൻ മുമ്പോട്ട് ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേന് ഭൂതങ്ങൾ പോലെ ആ മുന്നിൽ നിൽക്കുക 3 ഭൂതശക്തികൾ, കറുത്ത രൂപങ്ങൾ. എന്നിട്ട് അവരെന്തോ എന്റെ ദേഹത്തോട്ട് ഇങ്ങനെ കൊടയാനായിട്ട് വരുന്നു. അപ്പോഴത്തേന് വേറെ ഒരു ആരോ ഒന്ന് എന്നെ തടുത്തു മാറ്റുന്നു. അത് ദേഹത്തിട്ട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് പിടിച്ചിങ്ങ് മാറ്റി. അപ്പോഴത്തേക്ക് ഞാനോ എന്റെ ദൈവം ഇതെന്തോന്നാണ് ഇവിടെ നടക്കുന്ന? ഇത് ഭൂതങ്ങൾക്കാണോ ഇത് സേവ ചെയ്യുന്നത്? എന്തോ ആണോ ഇതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ കർത്താവിന്റെ പിന്നീട് ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോഴത്തേന് അതേമാതിരി ഞാനിത് പറയുന്നതിൽ എന്റെ സ്വന്തം അനുഭവം, വേറെ ആരും ഒന്നും വിശ്വസിക്കരുത്, ഒന്ന് തെറ്റിദ്ധരിക്കരുത് എന്നെ. ഒരു പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ്, അത് കഴിഞ്ഞ സംഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനുള്ളത്. ഒരു തിരുമേനി മരിച്ചു. ആ തിരുമേനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ തിരുമേനിയുടെ അടക്കം TV-യിൽ കൂടെ ഭയങ്കരമായിട്ട് നടന്ന് ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. സഭകളൊക്കെ അത് വളരെ ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഒരു കണ്ണാടി ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്ന, അത് ഞാൻ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിന് അത് അവര് വലിയൊരു TV സ്ക്രീനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ വേറൊരു ആവശ്യത്തിനാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. കുടുംബമായിട്ട് ഇരുന്നോണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പനെ, അമ്മ, മക്കള് എല്ലാരും കൂടെ ഇരുന്നോണ്ട് കണ്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് ഒരു കണ്ണാടി കൂടില് ആ തിരുമേനിയെ ഇരുത്തിരിക്കുക. വലിയ അംശവടി അതും ഇതും എല്ലാം കൊടുത്തു. വളരെ അവരുടെ രാജകീയ പദവിയില് ഇരുത്തിയിരിക്കുകയാണ്. അതിന് അവിടെ എനിക്കറിയത്തില്ല, ഒരുപാട് കറുത്ത ഡ്രസ്, അല്ലെങ്കിൽ അച്ഛന്മാരുടെ അവിടത്തിൽ നിന്ന് ഈ ഓർത്തഡോക്സ് സമുദായത്തില് അങ്ങനെ കറുത്ത വേഷധാരികളായ അച്ഛന്മാര് എല്ലാവർക്കും ഉണ്ട് ഓരോ രൂപക്കുറ്റി ഇങ്ങനെ വീശുന്നപ്പുക. ആ മുറി മുഴുവനും ഏത് പുകയങ്ങ് പൊങ്ങിക്കൊണ്ടിരിക്കുക, മുഴുവൻ പുകയാ. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും, ഞാൻ കാണുന്നത് ഈ പുകയും ഈ കറുത്ത ആൾക്കാരും ഇങ്ങനെ ഈ തിരുമേനി അങ്ങനെ ഇരുത്തിയിരിക്കുന്നതായിട്ട് എല്ലാം നിർത്തിക്കുന്നു. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലും, ആ സ്ക്രീന് എന്റെ കണ്ണിലോട്ട് വരികയും പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് ഇട്ട് തന്നു, ഇതേമാതിരി ഇതിന്റെ ചെറിയ സാദൃശ്യമാണ്. ഇതാണ് കാണിക്കുന്നത്. അഗ്നി കുണ്ടത്തിലെ തീ പുക, അതാണ് തീ പൊയ്ക. അതിനകത്ത് പുക ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. അതെനിക്ക് എന്റെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തിയത്. ഇതാണോ ഒരു ചെറിയ ഇതായിട്ട് കാണിച്ചു തന്നു. അപ്പോഴത്തേന് എനിക്ക് ദൈവം ഇങ്ങനെയാണോ, അതാണോ തെറ്റ്? ഇതാരോട് ഞാൻ ആരോട് 1 or 2 പേരോട് ഞാനത് പറഞ്ഞു. ഇങ്ങനെ ആ അടക്ക ശുശ്രൂഷ കണ്ടപ്പോഴത്തേന് അത്രമാത്രം പോകെ എല്ലാവരുടെ കയ്യിലുണ്ട് തൂക്കുകുത്തി. ആ മുറി മുഴുവൻ പോകപ്പെടെ ഇതുപോലെ എല്ലാ വേഷങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അതിന് മുമ്പ് എന്നെ കാണിച്ചു തന്ന കാര്യം ഭൂതങ്ങൾ നിൽക്കുന്ന പോലെ എന്നെ കാണിച്ചു തന്നു. അപ്പൊ എന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് ഒട്ടും സാധിക്കുന്നില്ലായിരുന്നു. ആ സ്വപ്നത്തിൽ കൂടെ ആ ചർച്ചിലേക്ക് എന്നെ കടത്തിവിടത്തില്ല. അങ്ങനെ ആയപ്പോഴത്തേനാണ് ഒരു ദിവസമുണ്ട്, അതും കണ്ടേച്ചാണ് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിന് പള്ളിയിൽ അന്ന് പോകുന്നത്. ഞാൻ പള്ളിയിൽ നിന്ന് കംപ്ലീറ്റ് ഇറങ്ങിയത് 2012 സ്നാനപ്പെട്ട്. ഞാൻ 11 സ്നാനപ്പെട്ടതിലും 1 വർഷത്തോളം ഞാൻ പള്ളിയിൽ പോകേണ്ടി വന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. അപ്പോഴത്തേന് അത് കർത്താവ് പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ വെളിപ്പാട് പുസ്തകത്തിൽ 2:9 3:9 ഒക്കെ നമ്മൾ പള്ളി വിട്ട് പോരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ സാത്താന്റെ സേവകൾ വെളിപ്പാട് പുസ്തകത്തിലെ 2:9 എടുത്ത് വായിക്കുന്ന പറയുന്നുണ്ട്.
യഹൂദന്മാർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അതുപോലെ 3:9 പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയാന്ന് ഓർക്കണം. ഇതെന്റെ സ്വന്തം ഇതിലെനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നാണ്. അത് 3:9 അതുപോലെ യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന കളിവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കാനും ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അറിയാനും സംഗതി വരുത്തും. അപ്പൊ ഞാൻ അപ്പ കൂടെ ചെത്തിയപ്പോൾ കർത്താവ് ഇത് ഭയങ്കര തെറ്റാണല്ലോ ഞാൻ കാണിക്കുന്നത്, ഇതിൽ നിന്ന് വിട്ടു പോരേണ്ടത് എനിക്ക് ആവശ്യവുമല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞായിരുന്നല്ലോ കൊരിന്ത്യർ ലേഖനത്തിലും അങ്ങനെ പലതും വചനത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കി തന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ 6:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോഴത്തേന് അതോടെ ഞാനത് നിർത്തിയായിരുന്നു. വിട്ടുപോരുവേ നിങ്ങൾ അവിശ്വാസികളോടെ ഇണയിലപ്പെടാൻ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇന്ന് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും വെളിയാനും തമ്മിൽ എന്തൊരു പൊരുത്തം. അങ്ങനെ നമ്മളോട് പറയില്ല. അതുപോലെ തന്നെ ദശയാവിൽ ഇതേ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ചാപ്റ്ററിൽ 11 വിട്ടുപോരുക, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുക, അശുദ്ധമായ ഒന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവില്ല യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് വിട്ടുപോരാനായിട്ട് എനിക്ക് ഈ എബ്രായ ലേഖനത്തിൽ കൂടെ എനിക്ക് ഒത്തിരി അത് സഹായിച്ചു. അത് എനിക്ക് കിട്ടിയ അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ ആരെയും അതിനകത്ത് തെറ്റായിട്ട് പറയുവല്ല. ഇങ്ങനെ അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ചിലപ്പോൾ ചിലരോട് വചനം പറഞ്ഞു കൊടുക്കാം. പക്ഷെ ചിലര് മനസ്സിലാക്കും. ഇപ്പോഴും ചിലരോട് ഞാനിങ്ങനെ ഈ വചനങ്ങളൊക്കെ പറയും, കേൾക്കുന്ന വിശേഷമൊക്കെ അറിയിക്കും. അപ്പൊ എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, അതിലെ ആ രക്ഷയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അതാണ് കർത്താവിന്റെ ഈ വചനം പറയുന്നത്. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയൂ. അത് എനിക്ക് കർത്താവ് വചനത്തിൽ കൂടി മനസ്സിലാക്കി, ഈ എബ്രായ ലേഖനത്തിൽ കൂടി മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ വചനം എത്ര പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പിന്നീട് എന്നോട് പറഞ്ഞ ഇതാ ഞാൻ വേഗം വരുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഇതെല്ലാം ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ പുതിയ തലമുറയിൽ, ഈ സഭയില് ഇപ്പൊ നമ്മുടെ ഈ പുതിയ തലമുറ വന്നിരിക്കുകയാണ്. അവർക്ക് തങ്ങളുടെ പിതാക്കന്മാരുടെ ആത്മീയതയോ പക്വതയോ ഭക്തിയോ ഒന്നുമില്ല. അത് ഈ പള്ളികളിൽ പ്രധാനമായിട്ട് ഞാൻ അന്ന് കണ്ടുകൊണ്ടിരുന്നത് ഈ കുസ്മത്സരം, അതുപോലെ പാട്ട്, ഫാമിലി നൈറ്റെന്നും പറഞ്ഞ് ആരംഭിച്ചു എല്ലാ പള്ളികളിലും ഉണ്ട്. ഇപ്പൊ അത് എല്ലായിടത്തും നടക്കുന്നുണ്ട്, ഫാമിലി നൈറ്റെന്നും പറഞ്ഞുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്നത് എന്തോ ഈ പാട്ട്, ഡാൻസ്, സ്കിറ്റ്, ഡ്രാമ, മാജിക്ക്, ഇപ്പൊ എക്യുമെനിസം, ഇതിനെല്ലാം പലതും വന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം എനിക്ക് കർത്താവ് അതിൽ നിന്നെല്ലാം എന്നെ പിടിച്ചു മാറ്റാൻ തുടങ്ങി. എക്യുമെനിസം പോയിക്കൊണ്ടിരുന്നു, അതിൽ പോകാതായി. കാരണം അത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഒന്നും ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി കാര്യങ്ങളല്ലായിരുന്നു. അതുപോലെ ഈ ചർച്ച എന്ന് പറയുന്നത് നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് ഇടപെട്ട് അവിടെ കൊണ്ടുവന്ന് ഈ ഡാൻസും ഡ്രാമ ഇപ്പോഴത്തെ ഈ ഫാമിലിനായിട്ട് കണ്ടാല് സിനിമാറ്റിക് ഡാൻസ് എന്തോ ഒരു ഈ ഭയങ്കര ഒരു മേളമാണ് അവിടെ നടക്കുന്നത്. അത് അങ്ങനത്തെ ഒരു കൂട്ടായ്മയാണോ കർത്താവ് ഈ സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്ന? അന്ധകാരത്തിൽ നിന്ന് സഭയെ ഉദ്ധരിക്കേണ്ടത് ദൈവം ഉപയോഗിച്ച ഉപകരണം നാടകമല്ല, പക്ഷെ ഇത് ആത്മനിറവോടുകൂടി വിശുദ്ധ അനുസാരമായ പ്രസംഗമാണ് എന്ന പ്രത്യേക ശ്രദ്ധേയമാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ യഥാർത്ഥമായ വചനത്തിൽ വിശ്വസിച്ച് അതിലേക്ക് കടന്നു വന്നിരിക്കുന്ന മൊത്തത്തിലല്ല ഈ ടിവിയിലെ പ്രോഗ്രാമും ഇതും അല്ല, ഈ നാടകം, സിനിമ, അതെല്ലാം ഒരു തെറ്റായിട്ട് വെളിപ്പെടും. ആത്മനിറവും കൃപയും ഉള്ളവർ സത്യം പ്രഘോഷിക്കുകയും ആ ജനം ദൈവത്തിലേക്ക് തിരികെയും ചെയ്യും. അതായിരുന്നു നമ്മുടെ ആദിമ സഭയിലൊക്കെ ആത്മീയ ഉണർവ്, മുന്നേറ്റം, അഭിവൃദ്ധി എന്നീ ഒരു വിധത്തിലുമുള്ള നാടകത്തോടോ
അഭിനയത്തോട് ഒരു കാലത്തും ബന്ധിക്കപ്പെട്ടിരുന്നില്ല. ഇതെല്ലാം വീണ്ടും ഈ സഭയിലേക്ക്, സമുദായത്തിലേക്ക്, ചട്ടങ്ങളിലേക്ക് മനുഷ്യനുണ്ടാക്കിയ ചട്ടങ്ങൾ അതെല്ലാം കൂട്ടിക്കൂടി ആ സത്യം നമ്മൾ വിട്ടുപോയി. ഇന്നത്തെ തലമുറ പരിശുദ്ധാത്മാവ് അഭിനയം ഒരിക്കലും അനുകൂലിക്കുന്നില്ലെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനിത് പറയുന്നതിൽ എൻ്റെ ഈ ചെറിയ അറിവുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുവാണ്. സത്യത്തിന്റെ വിജയത്തിന് ദൈവം 4 മാർഗങ്ങൾ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. മതപരമായ ഈ ചലച്ചിത്ര അവയിൽ ഒന്നല്ല. ഇന്ന് ഈ മതപരമായ ചലച്ചിത്രമാണെന്ന് പറഞ്ഞ് അനേക ചലച്ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ അധികം ഒന്നും പറയുന്നില്ല. കാരണം കർത്താവ് നമ്മുടെ സഭയിച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആത്മീയമായിട്ട് വളരാൻ പ്രാർത്ഥന, ദൈവികമായിട്ടുള്ള പാട്ടുകൾ, സുവിശേഷ ഘോഷണം, സൽപ്രവർത്തികൾ എന്നിവയാണ് ദൈവം അനുഗ്രഹിച്ച 4 പ്രധാന മാർഗങ്ങൾ. അത് തിരുവചനപ്രകാരമുള്ള മറ്റു വ്യവസ്ഥകൾ ഇവിടെ ഉൾപിരിവുകളും അവരുടെ ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുന്നതുമാണ്. അപ്പൊ ചലച്ചിത്രത്തിലൂടെ സുവിശേഷം അറിയിക്കുന്നവർ തിരുവചനം പൂർണ്ണമല്ലെന്നും ആധുനിക കാലത്ത് ജീവിതം നമുക്ക് അതിനെ മെച്ചപ്പെടുത്തുവാൻ, തിരുവചനത്തോട് കൂട്ടുവാനും അതിനെ വ്യത്യാസപ്പെടുത്തുവാനും പൂർണ്ണ അധികാരം ഉണ്ടെന്നുള്ള ഒരു തെറ്റായ ധാരണയിലാണ് ഇന്ന് ഈ സഭകളും ദൈവ മക്കളെ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ യഥാർത്ഥ ദൈവഭക്തിക്ക് വിരുദ്ധവും തിരുവചനത്തിന്റെ ആ ശക്തിയോട് തെല്ല് യോജിക്കാത്തതാണ് ഈ മതപരമായ ചലച്ചിത്രമെന്ന് എനിക്കത് മനസ്സിലാക്കി തന്ന കർത്താവ് ഇതിൽ നിന്നൊക്കെ എന്നെ പതുക്കെ പിടിച്ചുകൊണ്ട് മാറ്റി. ആ മതപരമായ സിനിമയുടെ ആത്മാവിനെ, തിരുവചനത്തിന്റെ ആത്മാവിനെ നമുക്ക് സന്തുലിതമാക്കാൻ അസാധ്യമാണ്. എന്നാൽ ചിലർ പറയുന്ന സാധാരണ സുവിശേഷ ഘോഷണ രീതി ഞങ്ങൾ ഉപേക്ഷിക്കുന്നില്ല, ചിലത് കൂടി ചേർക്കുന്നതെന്ന്. ആത്മനിറവിലുള്ള ഒരു പ്രസംഗത്തെ പരിപുഷ്ടമാക്കുവാൻ ചലച്ചിത്രം വേണമെങ്കിൽ ദൈവനിയോഗപ്രകാരമുള്ള മാർഗം അതിനാൽ കഴിയാത്തതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ആവശ്യമില്ല. പ്രസംഗത്തിന് കഴിയാത്ത സ്വാധീനം ചലച്ചിത്രത്തിന് കഴിയുമെന്ന് സമർപ്പിച്ചാലും അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവഹിതത്തിന്റെ വെളിച്ചത്തിലും നിത്യതയുടെ ന്യായവിധിയുടെ വെളിച്ചത്തിലും ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ സ്വാധീനം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സ്വയം നമ്മൾ പരിശോധിച്ച് നമുക്ക് മാറ്റപ്പെടേണ്ട എല്ലാം നമ്മൾ മാറ്റുക. മതപരമായ സിനിമയുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം അതിന്റെ ദോഷഫലവും ഉണ്ട്. അത് കർത്താവ് നമ്മൾ വളരുവാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഈ വചനം, ഈ പ്രാർത്ഥന, ഉപവാസം, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ, നമ്മൾ മനസ്സ് വെച്ച് അനുസരിച്ചാല് നമ്മൾ ദേശത്തിലെ നന്മ അനുഭവിക്കും. അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ ഈ പള്ളിക്കകത്ത് കൂട്ടിയപ്പോഴത്തേന് അതെല്ലാം എനിക്ക് അത് തെറ്റായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെട്ട് തന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥമായിട്ട് ഓർക്കുക, ഇന്നത്തെ ഈ ആത്മീയതയും പക്വതയും ശക്തിയും എവിടെ നിൽക്കുന്നുവെന്ന്, എവിടെ നമ്മൾ വീണു പോയിരിക്കുന്നു, ഉപദേശത്തിനും വേർപാടിനും വേണ്ടിയുള്ള ആദ്യ സ്നേഹം വേണ്ടിയുള്ള ആ തീഷ്ണത നമുക്കുണ്ടോ, കഷ്ടത സഹിക്കുന്നുണ്ടോ? പക്ഷേ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടാൽ വിശ്വാസം കുറയും, അതിന് പ്രത്യാശയ്ക്ക് ഭംഗം വരും, നമുക്ക് പരസ്പര സ്നേഹം ഇല്ലാതെയാകും. ഈ ആത്മീയ പഠനത്തിൽ നിന്നും കരകയറുവാൻ നമ്മൾ അനുഷ്ഠിക്കേണ്ട കർത്താവ് എന്തുവാ സഭയോട് ആവശ്യപ്പെട്ടത് എന്ന് ഓർക്കണം. അത് ഞാൻ പറയുന്നത് എന്റെ അനുഭവത്തിൽ കൂടെ, അത് നിങ്ങൾക്ക് എടുക്കേണ്ടിയവരത് സ്വീകരിക്കുക. ഏതിൽ നിന്നും നമ്മൾ വീണിരിക്കുമെന്ന് ഓർക്കണം. എവിടെ വെച്ചാണ്, എന്ത് കൊണ്ടാണ് ദൈവത്തിൽ നിന്നും അകന്നു പോയെന്ന് നാം മനസ്സിലാക്കണം. അതിന് ഉദാഹരണമായിട്ട് കർത്താവ് പലതും വചനത്തിൽ കൂടി നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ആ മുടിയനായ പുത്രൻ തന്റെ തെറ്റുകളെ ഓർത്തു. നമ്മൾ കൃത്യമായിട്ട് പഞ്ചമ എങ്ങനെയാണ് ജീവിതത്തിൽ നടന്നു പോയതെന്ന് ഓർത്താൽ മാത്രമേ ദൈവത്തോട് വീണ്ടും അടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ പഴയ നിമിഷത്തിലെ ശൗലിന് തന്റെ തെറ്റെന്താണെന്ന് മനസ്സിലായി. 1 ശമൂവേൽ 26 ശിംശോന് 3 പ്രാവശ്യം ചതിക്കപ്പെട്ടു. അതോർത്ത് കണ്ടുപിടിക്കാതെ ഞാൻ മുമ്പിലത്തെ പോലെ ഉടഞ്ഞ് എഴുന്നേറ്റ് കളയുമെന്ന് പറഞ്ഞു. അത് ആ ന്യായാധിപതിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. അതിനാൽ അവൻ പരാജയനായിട്ടു. നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നമ്മളെ തന്നെ പരീക്ഷിച്ച്, നമ്മളെ തന്നെ ശോധന ചെയ്യാനല്ലേ കർത്താവ് പറയും. അതൊന്ന് ഒരിക്കൽ 13:5 അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ വചനം വെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം.
അത് വെളിപ്പാട് പുസ്തകം 3:3 എടുത്തു പറയുന്നുണ്ട്. പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് നമ്മൾ ഓർത്തുകൊള്ളുന്നു. അത് എഫീസർ 2:12 പഴയ അനുഭവത്തെ ഓർത്തുകൊള്ളണം നമ്മൾ. അതുപോലെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളണമെന്ന് 2 തിമോത്തിയോസിൽ ആ 2-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ദൈവത്തെ മറക്കുന്നവരുടെ ശിക്ഷാവിധി ഓർത്തുകൊള്ളണം. നമ്മൾ സങ്കീർത്തനം 50 അത് 22 കാണാം. ലോത്തിന്റെ ഭാര്യ ഓർക്കണം. പല ഉദാഹരണങ്ങൾ നമ്മൾ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കിടക്കയിൽ യഹോവയെ ഓർത്തുകൊള്ളുകയെന്ന് സങ്കീർത്തനം 63:5 പറയുന്നുണ്ട്. പിന്നെ വെളിപ്പാട് 2:5 പറയുന്നു, ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുകയും. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് മാനസാന്തരപ്പെടുക. വീണ്ടും ജനനത്തേക്ക് പാപിയെ നടത്തുന്നതാണല്ലോ മാനസാന്തരം, ഒരിക്കലായി നടക്കുന്നതാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ടവർ തങ്ങളുടെ തെറ്റുകളെ അനുദിനം കണ്ടുപിടിച്ച് ഉണരുകയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കുകയും ശുദ്ധീകരണം പ്രാപിക്കുകയുമാണ്. ഈ അനുഭവത്തെ മാനസാന്തരം എന്ന പേരിൽ വിഭജിച്ചിരിക്കുന്ന അതിൽ ലൂക്കോസ് 17 കാണാം. കുരിന്ത്യ ലേഖനത്തിൽ മനസ്സിലാക്കാം. അത് സഭകളെ കുറിച്ച് കർത്താവ് പറയുന്ന മനസ്സിലാക്കാൻ നമുക്ക് വിരോധികൾക്ക് ദൈവ സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമെന്ന് പൗലോസ് തിമോത്തിയോസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്ക് 2 തിമോത്തിയോസിനകത്ത് കാണാൻ സാധിക്കും. ഒരു വിശ്വാസിക്ക് വീഴ്ച സംഭവിച്ചാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണം. മനസ്സിനുണ്ടാകുന്ന ആ സമൂല പരിവർത്തനമാണ് മാനസാന്തരം. ഇത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള കൃപയാണ് മാനസാന്തരം. ആ അനുദപിച്ച് മുടിയംപുത്രം വന്നതുപോലെ ദൈവ കൃപയിൽ നിന്ന് വീണുപോയ സഭ മടങ്ങി വരണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇച്ഛ, ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞത് അനുസരിച്ച് ദേഹം, ദേഹി, ആത്മാ, നമ്മുടെ ഇച്ഛ, വിചാരം, ബുദ്ധി, തീരുമാന ശക്തി, സ്വഭാവ രൂപീകരണം എന്നിവയുടെ ആസ്ഥാനമായ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉണ്ടാകുന്ന രൂപാന്തരമാണ്. തിരുവചനത്തിൽ നമ്മൾ പല പ്രാവശ്യം ഇത് ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ മാനസാന്തരം എന്ന പദത്തിന് എന്തോ മനസ്സിനുണ്ടാകുന്ന ഒരു വ്യതിയാനം, ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട നമ്മുടെ നടപ്പിനെ പറ്റി ഉള്ളിലുണ്ടാകുന്ന പശ്ചാത്താപത്തോടെ കർത്തൃസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ അത് രക്ഷാകാരണമായി തീരുന്നു. ആദ്യം മുതൽ ഇന്ന് വരെ ദൈവം മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ പലയിടത്തും കാണാം. പ്രവൃത്തികളെ സങ്കീർത്തനത്തില് ഒരു വഴിയിലൂടെ തെറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ നേരെ ആത്മീയ പാതയിലേക്ക് നമ്മൾ നയിക്കണം. തന്റെ ലംഘനങ്ങളെ മറക്കുന്നവന് സുഖം വരികയില്ല, മറയ്ക്കുന്നവന് സുഖം വരികയില്ലെന്നല്ലോ. അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ആകെയാൽ മാനസാന്തരപ്പെടുക. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടുമെന്ന് വെളിപ്പാട് 2:16 നമ്മൾ കാണുന്നുണ്ട്. പാപം ക്ഷമിച്ച് കിട്ടുവാൻ മാനസാന്തരപ്പെടണം. അപ്പോസ്തല പ്രവൃത്തി 8:22 മാനസാന്തരപ്പെടാല്ല ദൈവം തന്റെ വാളിനെ മൂർച്ച കൂട്ട്. അത് നമ്മൾ സങ്കീർത്തനത്തിന് വായിക്കും. കർത്താവ് ശിക്ഷിക്കുമ്പോൾ സ്വന്തം തെറ്റുകളെ കണ്ട് മാനസാന്തരപ്പെടണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ ആത്മരക്ഷയ്ക്കായുള്ള ആദ്യ പടിയാണ് മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെടുന്നവർ അതിന് പ്രകാരം ജീവിക്കണം. അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോകി നമ്മെ ശുദ്ധീകരിക്കാൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നാണ് നമ്മൾ യോഹന 1:9 അടിസ്ഥാന ഉപദേശത്തിന്റെ ആദ്യ പടിയായ മാനസാന്തരം പ്രാപിച്ച് ഓരോ വിശ്വാസിയും വീഴ്ച സംഭവിച്ചാൽ കൂടെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണം. അതിനാൽ നമ്മളെല്ലാവരും ഇപ്പൊ ഞാനെന്ന് വെച്ചാൽ ഞാൻ പൂർണ്ണയല്ല, എന്നിൽ ഒത്തിരി തെറ്റുണ്ട്. ഞാൻ ഇന്നും കർത്താവിനോട് എന്നും അപേക്ഷിക്കുന്ന കർത്താവ് ആ ദിവ്യ സ്വഭാവത്തിൽ എന്നെ കൂട്ടാളികളാക്കണം. ഞാൻ വിടേണ്ടതെല്ലാം വിടണം, മാറേണ്ടതെല്ലാം മാറണം. എന്നിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അത് പഠിച്ചുകൊണ്ട് വളർന്നോന്ന് എനിക്ക് ആഗ്രഹിക്കുക. ഈ ആത്മാവിൽ എപ്പോഴും കർത്താവിന്റെ ദാസന്റെ വചനം കേൾക്കുമ്പോഴും അല്ലാത്ത വചനങ്ങളിൽ നമ്മൾ ആത്മാവിൽ നിറഞ്ഞ, ആത്മാവിൽ അന്യഭാഷയിൽ സംസാരിച്ച്, ആത്മാവിൽ സഞ്ചരിച്ച്, ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം കർത്താവ് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എല്ലാവരും, എന്നെ കേട്ട എല്ലാവരും നമ്മളുടെ ആ രക്ഷ നഷ്ടപ്പെടുത്താതെ കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതക്കൊള്ളുവാനായിട്ട് നാം ഓരോരുത്തരും സൂക്ഷിക്കണം. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സാക്ഷ്യത്തിൽ ഞാൻ വാങ്ങുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഇതിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു ചെറിയൊരു പാട്ട് പാടിക്കട്ടെ. ഒരു പാട്ടിന്റെ ശീലം പാടാം. സ്തോത്രം പാടിക്കുന്നു പറയാം.
ഉരുകി ഞരങ്ങി കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ഇണവരാറായി നാടും വീടും കൂടുള്ളവർ വെടിയും ഇടുക്കമീ പാത നീ കടന്നിടണം മടുത്തിടാതെ സ്ഥിരത വിടാതെ മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ നീ സഹിച്ചിടണം ഒടുക്കം വരെ നീ സഹിച്ചിടണം കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ആരും മരുവിൽ ഒരു തുണയില്ലെന്ന് ഒരു ഉരുവും നീ നനയ്ക്കരുതേ ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോ ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതുന്നതെല്ലാം നിനക്കല്ലയോ കരുതുന്നതെല്ലാം നിനക്കല്ലയോ ഉരുകി ഞരങ്ങി കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം. കർത്താവേ ഈ ഭൂമിയിൽ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ട് ഞങ്ങളുടെ ശേഷമുള്ള സമയം കഴിച്ചാലും കർത്താവേ അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് കർത്താവേ ഞങ്ങൾ ഈ വചനം കർത്താവേ ഞങ്ങൾ ഓരോ ദിവസവും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിന് പ്രകാരം കർത്താവേ നിന്റെ ഹിതപ്രകാരം ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ഞങ്ങളിൽ നിന്ന് കർത്താവെ മാറ്റപ്പെടുന്ന എല്ലാം മാറ്റി ഒരു പുനരുത്ഥാനം ഒരു പുതുജീവിതം കർത്താവ് ഓരോ ദിവസവും നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ ആത്മാവിനാൽ നിറച്ച് ആത്മാവ് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ആത്മാവ് നയിക്കുന്ന വിധത്തില് ആത്മാവിന്റെ ആ ശബ്ദം കേട്ടുകൊണ്ട് മുന്നോട്ട് പോയി ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. അപ്പൊ ഈ സമയം അടിയനായിട്ട് നീ ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. അപ്പൊ എന്റെ വചനം എന്റെ കർത്താവെ എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. എനിക്കധികം വചനങ്ങളൊന്നും കർത്താവെ നിന്റെ ഈ മക്കളെല്ലാവരും കർത്താവെ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായത് കേൾക്കുന്ന ഈ ദൈവവചനം കർത്താവ് പറയുന്ന എല്ലാ മക്കളെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെ അതുപോലെ ലോകമെമ്പാടുമുള്ള നിന്റെ വിശ്വസ്ത സാക്ഷികളെ മുഴുവൻ അവരുടെ കുടുംബങ്ങളെ പിതാവെ അപ്പ പിതാവെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകരുത് കർത്താവെ. ഈ സത്യവചനം ഗ്രഹിക്കാൻ ആ പിതാവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ഹല്ലേലൂയ ആത്മാവിനാൽ എല്ലാവരെയും നിറയ്ക്കണം കർത്താവെ. ഈ സമയത്ത് ഒരിക്കൽ കൂടി സ്തോത്രം. കൂട്ടായ്മയെ കർത്താവെ കൂടുതൽ അനുഗ്രഹിക്കണം കർത്താവെ. എല്ലാം പ്രാർത്ഥന കേട്ടവരായിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നാം കേട്ടല്ലോ. അതൊരു സാക്ഷ്യമായിരുന്നെങ്കിലും ഒരു മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നിയത്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ആലോചന ദൈവവചനത്തിൽ കൂടെ സാക്ഷ്യമായിരുന്നെങ്കിൽ തന്നെയും നാം അറിയേണ്ടതായ അനേക കാര്യങ്ങൾ കർത്താവിന്റെ ദാസിയിൽ കൂടെ ശക്തമായിട്ട് ശാന്തമായി പല ഉപദേശ രൂപേണ ദൈവിക വചനം ദൈവത്തിന്റെ വചനം അത് നന്നായി സാക്ഷ്യത്തിൽ കൂടെ ദൈവം ഇടപെട്ട നിലയിൽ അതൊരു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തന്റെ ദാസിയെ അനുഗ്രഹിക്കട്ടെ. അനേക കാര്യങ്ങൾ പറഞ്ഞല്ലോ. ദൈവത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിന്റെ ദാസി പറഞ്ഞതിന്റെ തുടരുമാനമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ആലോചന അനുസരിക്കുന്നത്
മുട്ടാടുകളുടെ മേധസ്സുകൾ അനുസരിക്കുന്നതാണ് നല്ലത്. അനുസരണത്തെക്കുറിച്ച് പറഞ്ഞു. തന്നെയുമല്ല, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യം. പിന്നീട് താൻ കർത്താവിന്റെ ദാസി പല കാര്യങ്ങള് സഭയിൽ ദൈവവചനത്തിൽ കൂടെ വചനം തന്നെ രൂപപ്പെടുത്തി പെട്ടെന്ന് ദൈവത്തിന്റെ വായിക്കുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം, തന്റെ ദാസിയുടെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുന്ന ദൈവത്തിന്റെ വചനം. ഈ വചനത്തിന് മാത്രമേ ഏത് വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ളൂ. എത്ര നാം എന്തെല്ലാം മറ്റു പുസ്തകങ്ങൾ വായിച്ചാലും മനുഷ്യന് അന്നേരത്തേക്ക് അല്പം നേരത്തേക്കുള്ള വികാരങ്ങൾ വരുന്നത് പോലെയല്ല ദൈവത്തിന്റെ വചനം. അത് പാറയെ തകർക്കുന്ന ചുറ്റിയെയും അത് തീ പോലെയുമാ. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയങ്ങളുടെ ചിന്തനങ്ങളെയും നിരൂപണങ്ങളെയും ഒക്കെ വിവേചിക്കുന്നതാ. നമ്മുടെ ചിന്തനങ്ങളെയൊക്കെ ദൈവവചനം അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ നാം എങ്ങനെയുള്ള വ്യക്തികളാണെന്നുള്ളത് ദൈവത്തിന്റെ വചനം തന്നെ നമ്മെ ബോധം വരുത്തി തെറ്റുകളെ അതിലെ പാപബോധം ഉണ്ടായി മാനസാന്തരത്തിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് അനേകം നാളുകളായി ദൈവസഭയിൽ വന്ന് ശുശ്രൂഷിക്കുകയോ അല്ലെങ്കിൽ വചനം സംസാരിക്കുകയോ ചെയ്യുന്നതിൽ അതിനേക്കാൾ വളരെ അധികമായിട്ട് നന്നായി ശാന്തമായി ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുവാൻ നമ്മളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, എല്ലാം വിശുദ്ധീകരിക്കപ്പെടണം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ. അത് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ഒരുപോലെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ അനന്യമായി കാക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ നമ്മുടെ ജീവിതം മുഴുവനും, നമ്മുടെ വസ്ത്രധാരണം, ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും അത് നമ്മൾ ആരാധിക്കുക മാത്രമല്ല, ഈ ആരാധനയുടെ വിടുതലും വിശുദ്ധിയും ആന്തരികമായി ആത്മാവിൽ നിന്നുള്ള ഈ 3 ഘടകങ്ങളിലും രൂപാന്തരപ്പെടേണ്ടതാ ദൈവത്തിന് സ്തോത്രം. അതും കർത്താവിന്റെ ദാസി പറഞ്ഞല്ലോ, നമ്മുടെ ദൈനംദിനം മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നവരായി തീരണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴായാലും നമ്മുടെ ജീവിതത്തിൽ നോട്ടത്തിലും സംസാരങ്ങളിലും മറ്റു പല വിധത്തിലും നമ്മൾ കുറവുള്ളവരായി തീരുന്നുണ്ട്. അത് ഓരോ ദിവസവും മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ വിശുദ്ധിയോളം, ദൈവത്തിന്റെ വിശുദ്ധിക്കൊത്തവണ്ണം, അല്ലെങ്കിൽ നമ്മ അവിശ്വസ്തരായി തീരാതെ, അവിശ്വാസമുള്ളവരായി തീരാതെ വിശ്വാസത്തോടെ ദൈവവചനത്തെ അനുസരിച്ച് പിന്തുടരുകയും അത് മുഖാന്തരം നമുക്ക് പ്രാപിപ്പാനുള്ള ദൈവിക അനുഗ്രഹങ്ങൾ എത്ര ശ്രേഷ്ഠമാണെന്ന് കർത്താവിന്റെ ദാസികൾ കേൾപ്പിച്ചല്ലോ. കർത്താവിന്റെ ദാസി പിന്നെയും ദൈവജനത്തിന് അനുഗ്രഹമായി തീരട്ടെ. വളരെ നല്ലൊരു മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരംഭം മുതൽ സാക്ഷ്യമെന്ന് പറഞ്ഞെങ്കിലും അതൊരു ദൈവിക ആലോചനയായിട്ട് എനിക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്റെ ദാസി എന്നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കൊടുത്തിരിക്കുന്ന നല്ല കാഴ്ചപ്പാടിനായി, നല്ല ആഗ്രഹത്തിനായി, ആത്മനിറവിനായി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കർത്താവിന്റെ ദാസി എന്ന നിലയിൽ ഇന്ന് രാത്രികാലം ഞങ്ങളോട് കേൾപ്പിച്ച സാക്ഷ്യത്തിൽ കൂടെ കേൾപ്പിച്ച ദൈവീയ ആലോചനയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. വിട്ടുപോരുവീൻ എന്ന് പറഞ്ഞതുപോലെ വിട്ടുപോരേണ്ടതിനെയൊക്കെ വിട്ടുകളഞ്ഞ് ദൈവവചനം അകത്ത് ക്രിയ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ വിട്ടുകളഞ്ഞിട്ട് വാസ്തവമായി ദൈവശബ്ദത്തെ അനുസരിച്ച് ജീവിപ്പാൻ കർത്താവെ കൊടുത്തിരിക്കുന്ന ദൈവ കൃപയ്ക്കായി, കാഴ്ചപ്പാടിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു കുടുംബമായി അനുഗ്രഹിച്ചാട്ട് കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈനിൽ കടന്നു വന്ന് ലൈനിലുള്ള എല്ലാവർക്കും, ശ്രദ്ധിച്ചവർക്കെല്ലാം അതൊരു അനുഗ്രഹമാക്കി തീർത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവ് പിന്നെയും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി കർത്താവേ, ഞങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങയ്ക്ക് പ്രസാദകരമായി തീരത്തക്കവണ്ണം, വിശുദ്ധിയുള്ളതായി തീരത്തക്കവണ്ണം, ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവശങ്ങളെ കണ്ടുണർന്ന് എവിടെയാണ് മാലിന്യം പറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കപ്പെട്ടവരായി ദൈനംദിനം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഹല്ലേലൂയ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നവരായി തീരുവാൻ, വചനത്തെ അനുസരിക്കുന്നവരായി തീരുവാൻ കർത്താവേ ഞങ്ങൾക്ക് നീ കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങളെ ഒരുമിച്ച്
അനുഗ്രഹിച്ചാട്ട് കർത്താവേ, ഒരുമിച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ചാട്ട് കർത്താവേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ ചെലവഴിക്കുമ്പോൾ അത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് മറുപടി തന്നിരിക്കുക. നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അനേക വിഷയങ്ങൾക്ക് വേണ്ടി അവിടെവിടങ്ങളിലായി. ഹല്ലേലൂയ, അതിന്റെ മറുപടി കർത്താവ് ഓരോ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ പോകുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നീ ഞങ്ങളെ ഒരു കാലത്തും അനാഥരായി വിടുന്നതല്ലല്ലോ, വിടുകയില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ ഉപവസിച്ചാൽ അങ്ങയോട് വിളിച്ചപേക്ഷിച്ചാൽ നീ ഞങ്ങൾക്ക് മറുപടി തരാത്ത ഒരു വിഷയവുമില്ലല്ലോ. ഹല്ലേലൂയ, നീ സകലതും അങ്ങ് തക്ക സമയത്ത് ഹല്ലേലൂയ നന്നായി ചെയ്യുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പിന്നെയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആശ്വാസം നിന്റെ സാന്നിധ്യമാണല്ലോ. ഹല്ലേലൂയ, അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏത് കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമെന്ന് ഹല്ലേലൂയ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. നീ ഞങ്ങളെ അങ്ങനെ നടത്തുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പിന്നെയും കർത്താവ് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് ഹല്ലേലൂയ കുടുംബത്തെ വീണ്ടും നിന്റെ കരങ്ങളിൽ വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി അനേകർക്ക് വെളിച്ചമായി തീരേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ലൈനിലായിരിക്കുന്ന എല്ലാവരെയും അതുപോലെ അനുഗ്രഹിച്ചാട്ട് മഹത്വം അങ്ങേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭേദവ്യത്യാസമില്ലാതെ രാത്രിയെന്നോ പകലെന്നോ ഒന്നും ഇല്ലാതാണ് ഈ പ്രയർ ലൈനിൽ ദൈവജനം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പലരോടും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതെത്ര നേരമുണ്ട് എപ്പോഴാന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ 24 hours എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു ഏത് സമയത്തെങ്കിലും നിങ്ങളൊന്ന് കയറി നോക്ക്. ഏത് രാത്രിയിൽ അർദ്ധരാത്രിക്കായാലും 2 മണിക്കായാലും 4 മണിക്കായാലും ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കും അതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്. രാത്രി ഉണരുമ്പോൾ കയറി പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ തുടരുമാനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയർ ലൈന് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ മിക്കവാറും ജോസഫ് പറയുന്നത് പോലെ പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് എപ്പോഴും പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പല പ്രാവശ്യവും പറയാതെ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറവായിരിക്കും എനിക്ക് തോന്നുന്നു. ഈ പ്രയർ ലൈനിൽ പരിശുദ്ധാത്മ സ്നാനം ഏൽക്കാത്ത പലരുമുണ്ട്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി വി ജോർജ് ക്ലാസ് ഒക്കെ എടുത്ത വിഷയങ്ങളുടെ സമയത്തൊക്കെ ഹല്ലേലൂയ എല്ലാവർക്കും താല്പര്യമുണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, അല്ലെങ്കിൽ ആത്മസ്നാനം പ്രാപിക്കണം എന്നുള്ളത്. നമ്മൾ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ വിടും. എന്നാൽ നിരന്തരമായി ഈ ദിവസങ്ങൾ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അനേകര് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ ഈ പ്രയർ ലൈനിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും പ്രാപിക്കാത്തവരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കണം. അത് അവർ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ കർത്താവിദാസൻ പിന്നെയും പിന്നെയും പറയുന്നത് ഈ അഭിഷേകം ആത്മനിറവിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ പാതാളങ്ങൾ കിടലം കൊള്ളുക, അന്ധകാര ശക്തിക്ക് നിൽക്കാനൊക്കത്തില്ല. അവനാകെ വെമ്പൽ കൊള്ളുക, ഇവരെന്തുവാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഹാർട്ട് പെറ്റൈറ്റോ ഉണ്ടല്ലോ, നമുക്ക് ഈ ഓവൻ്റെ അകത്തുനിന്ന് എടുത്ത് ഹല്ലേലൂയ അത് എടുത്താൽ നമുക്ക് ആർക്കും തൊടാനൊക്കത്തില്ല. തീ പോലെ ഭയങ്കര പൊള്ളല. നമുക്ക് അന്ന് എടുത്തു നോക്കണം, അന്നേരം അത് കൈ പൊള്ളിപ്പോവും. ഇതുപോലെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വായന ദൈവഹിതമല്ലാത്ത വന്നാൽ അത് അവൻ അന്നേരമേ ക്യാരി ചെയ്ത് പലയിടങ്ങളിലും കൊണ്ട് അതങ്ങ് പരത്തും. ഇത് അതുപോലെ ആയിരിക്കും ഉദ്ദേശിച്ച് നമ്മൾ അന്യഭാഷയിൽ പറഞ്ഞ് ഇത് കയറി പിടിക്കുമ്പോഴായിരിക്കും വിട്ട് ചോടിക്കളയും. ദൈവത്തിന് സ്തോത്രം. ഇത് ചൂടാ, ഇത് തീയാ. ദൈവത്തിന് സ്തോത്രം. ഇത് അവന് തൊടാനൊക്കത്തില്ല, അടുത്ത് നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അന്യഭാഷയിൽ ആത്മനിറവില് അഭിഷേകത്തിൽ ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എടുത്തുകൊണ്ട് പോകാൻ നോക്കും. പക്ഷേ അടുത്ത് വരുമ്പോൾ തൊടുമ്പോഴേ മനസ്സിലാവും ഇത് തീയാ, ഇതെനിക്ക് തൊടാനൊക്കത്തില്ല, വിട്ട് ചോടിക്കളയും. ഇന്ന് രാത്രികാലം അഭിഷേകം പ്രാപിക്കുവാനുള്ള ആത്മസ്നാനം പ്രാപിക്കുവാനുള്ള എല്ലാവരും ഈ ദിവസങ്ങളിൽ അതിനായിട്ട് കാത്തിരുന്നു. പിന്നെയും അല്ലെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോണം. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരു പക്ഷേ നാം വിശ്രമിക്കുമ്പോഴായിരിക്കും. ഹല്ലേലൂയ. നാം എല്ലാവരും കൂടിയിരുന്ന് പാടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോഴല്ല, തനിയെ ആയിരിക്കുമ്പോഴായിരിക്കും, കുക്ക് ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ നാം ദൈവവചനം വായിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ചിലപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിറവിൽ ദൈവത്തെ
പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം ആ പ്രാരംഭത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിപ്പാനാണ് എനിക്ക് താല്പര്യം തോന്നിയത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരെല്ലാം ഈ പ്രയർ ലൈനിലുണ്ട് എനിക്ക് അറിയത്തില്ല എത്ര പേരുണ്ടെന്ന്. പക്ഷേ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൽ സ്നാനം പ്രാപിക്കാത്ത ആരെങ്കിലും ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു സംഭവം നടക്കട്ടെ. പരിശുദ്ധാത്മാ അന്യഭാഷകൾ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ ഇന്ന് രാത്രി കാലം ഇടയാട്ടെ. എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണം. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാം ഹല്ലേലൂയ കാഴ്ചപ്പാടുള്ളവരായി അന്യഭാഷകൾ സംസാരിക്കുവാൻ ഇടയായി തീരേണ്ടതായിട്ട് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും ആഗ്രഹം ലഭിച്ച ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പ്രേരണ ഉണ്ടെങ്കിൽ ഒരാൾ ഈ വിഷയത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അനേക സഹോദരിമാര് ഇതിനുവേണ്ടി കാംക്ഷിക്കുന്നവരുണ്ട്. ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, വെയിൽസിലെ ഉണർവിലെ കർത്താവെ ഒറ്റ ഒരു വാക്കാണ് പ്രാർത്ഥിച്ചത്, പരിശുദ്ധാത്മാവേ വരിക. അവിടെയാണ് ആരംഭിക്കുന്നത് കർത്താവേ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് ചേർന്ന് കർത്താവേ ഹല്ലേലൂയ ആത്മദാഹത്തോടെ ഇരിക്കുന്നതായ ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒരിക്കൽ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചിട്ട് പിന്നെ കർത്താവെ അതിനെ മൂടി വെച്ചിരിക്കുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ അവരും പുറത്തു വരട്ടെ കർത്താവെ. നാവുകളെ തുറക്കട്ടെ കർത്താവെ ഹല്ലേലൂയ. വചനമെടുത്ത് കർത്താവെ പരിശുദ്ധാത്മ നിറവിൽ കർത്താവെ ഹല്ലേലൂയ പ്രവചിക്കുവാനൊക്കെയും ജനത്തെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കർത്താവെ ഇംഗ്ലീഷ് സർവീസിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കർത്താവെ പ്രാർത്ഥിക്കുന്നത്, ലോർഡ് ഗിവ് us an outpouring of the Holy Spirit കർത്താവെ ഹല്ലേലൂയ. അങ്ങനെ കർത്താവെ നീ പ്രാർത്ഥന കേട്ടിരിക്കാൻ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ദൈവമേ, അസൂസ സ്ട്രീറ്റിൽ കർത്താവെ ഹല്ലേലൂയ ഒരു കണ്ണുമുള്ളതായ കർത്താവെ ഹല്ലേലൂയ ആ സഹോദരനെ കർത്താവെ ഹല്ലേലൂയ നീ എടുത്തുപയോഗിച്ച് കർത്താവെ ഹല്ലേലൂയ താൻ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാ അഭിഷേകത്താല് നീ ഞങ്ങളെ നയിക്കണം കർത്താവെ ഹല്ലേലൂയ. പല പത്രങ്ങളും ആ സമയത്ത് എഴുതി എന്തോ ഭ്രാന്ത് പിടിച്ചതായ ഒരു ഗ്രൂപ്പ് അവിടെ വന്നിരിക്കുന്നുവെന്ന്. എന്നാൽ ദൈവമേ ഹല്ലേലൂയ ഒരു കണ്ണിൽ കാഴ്ചയില്ല എങ്കിൽ തന്നെയും കർത്താവെ ഹല്ലേലൂയ അന്തര കണ്ണുകളെ തുറന്നുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ ഹല്ലേലൂയ സ്ട്രീറ്റുകളിൽ കർത്താവെ ആൾക്കാർ തിങ്ങിക്കൂടി കർത്താവെ ഹല്ലേലൂയ. അകത്ത് കടന്നു വരുവാൻ കഴിയാത്തതായ നിലയിൽ കർത്താവെ ഹല്ലേലൂയ ആ ഉണർവിന്റെ ആരംഭം കർത്താവെ ഹല്ലേലൂയ. ഒടുവിൽ ദൈവമേ നിനക്ക് സ്തോത്രം. ഇന്നും ഞങ്ങൾ അതിനെക്കുറിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാര് ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നതായ സഹോദരി സഹോദരന്മാരെ നീ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് കർത്താവെ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായി ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ദൈവമേ, അവരോട് ചേർന്ന് നിന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു, സഹായിക്കണം കർത്താവെ. ഞങ്ങൾ ആരും അടുത്തു പോകുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഇതൊരു ശക്തിയാണ് കർത്താവെ ഹല്ലേലൂയ. ഇപ്പോൾ കർത്തദാസൻ പറഞ്ഞതുപോലെ ഇത് തീയാണ് കർത്താവെ ഹല്ലേലൂയ. ശത്രുവിന് തീയോട് കളിക്കുവാൻ സാധ്യമല്ല കർത്താവെ. അത് വിട്ടുപോകും, അവൻ ഓടിപ്പോകും. ഹല്ലേലൂയ, നിനക്ക് സ്തോത്രം കർത്താവെ. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ദൈവദാസന്മാരെ കൊല ചെയ്യുവാനായി വന്ന നരഭോജികൾ കർത്താവെ തീ കത്തുന്നത് കണ്ടു. അവർക്ക് ചുറ്റും അവർ ഭയന്നോടിപ്പോയെന്ന് പിന്നീട് സാക്ഷ്യം പറഞ്ഞു എന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് കർത്താവെ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവെ അമേരിക്കയിൽ കർത്താവെ ആത്മീയ തീ ഇറങ്ങട്ട് കർത്താവെ ഹല്ലേലൂയ. ഡാളസിൽ ഇറങ്ങട്ട് കർത്താവെ, സഭകളിൽ ഇറങ്ങട്ട്, കുടുംബങ്ങളിൽ ഇറങ്ങട്ട് കർത്താവെ, വ്യക്തികളിൽ ഇറങ്ങട്ട്, സ്കൂളുകളിൽ ഇറങ്ങട്ട് കർത്താവെ ഹല്ലേലൂയ. ഗവൺമെന്റ് ബിൽഡിങ്ങുകളിൽ ഇറങ്ങട്ട് കർത്താവെ ഹല്ലേലൂയ. ജയിലുകളിൽ ഇറങ്ങട്ട് കർത്താവെ ഹല്ലേലൂയ. നിനക്ക് സ്തോത്രം. ഇത് പടർന്നു പിടിക്കട്ട് കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളെ ശക്തീകരിക്കണം ഹല്ലേലൂയ. ശക്തീകരിക്കണം, ശക്തീകരിക്കണം, ശക്തീകരിക്കണം. ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവെ. എന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയാൽ ഹല്ലേലൂയ, എന്റെ മുൻ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കിയാൽ ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചെന്നും കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ജനമാണ് കർത്താവെ ഞങ്ങൾ ഹല്ലേലൂയ. സ്തോത്രം. നയിക്കണം, നടത്തണമേ കർത്താവെ ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിയന്ത്രണത്തിലല്ലാതെ ഞങ്ങൾക്ക് വേണ്ട കർത്താവെ ഹല്ലേലൂയ. അതിനൊക്കെ സ്തോത്രം കർത്താവെ. പേരിനും പെരുമയ്ക്കും വേണ്ടിയല്ല കർത്താവെ ഹല്ലേലൂയ. ഓ നിത്യാനന്ദം ഞങ്ങളിൽ വസിക്കുന്നു ഹല്ലേലൂയ.
ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുവാൻ കർത്താവേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകത്താൽ കർത്താവേ ഹല്ലേലൂയ. ഇനിയും അതിനും വരമ്പ് ഞങ്ങൾക്ക് കാണണ്ട ദൈവമേ, നിനക്ക് സ്തോത്രം കർത്താവേ. മുട്ടോളമല്ല അരയോളമല്ല കർത്താവേ ഹല്ലേലൂയ. നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ കഴിയാത്തതായ ആത്മനദിയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തോത്രം കർത്താവേ. എല്ലാ സെഷനിലും കർത്താവേ, ഇൻക്ലൂഡിംഗ് ഇംഗ്ലീഷ് സെഷനിലും കർത്താവേ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിറവിന് വേണ്ടിയുള്ളതായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. കർത്തൃദാസന്മാരെ എടുത്തുപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ പോകുകയാണ് ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ. ഒരു വലിയ ഉല്ലാസത്തിന്റെയും സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും കർത്താവേ, ഒരു ഉത്സവത്തെ കർത്താവേ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ അങ്ങേ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേട്ട് തിരുവള്ളുമാറാകണമേ. ആമേൻ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജോജി.